പാർക്കിംഗ് സ്ഥലത്തൊന്നും ഒറ്റ CCTV പോലുമില്ല. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, കിട്ടിയില്ല. പോലീസ് എന്താ പറയുന്നത്? അവരെ കുറ്റം പറയാൻ പറ്റില്ല. തെളിവ് മുഴുവൻ എനിക്കെതിരാ. അപ്പോ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. 14 ദിവസത്തേക്ക് എന്നെ റിമാൻഡ് ചെയ്യും. SI ഒരു തരത്തിലും അടങ്ങുന്നില്ലേ? ഇല്ല. എന്റെ കാറാ പ്രഭാവതി അമ്മ ഇടിച്ചത്. അതിനുള്ള സകല തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. ശാസ്ത്രീയമായ തെളിവുകളും അല്ലാത്ത തെളിവുകളും എല്ലാം. എന്ത് തെളിവ് ഉണ്ടായിക്കോട്ടെ, കുറ്റം ചെയ്തില്ല എന്ന് സിദ്ധുവിന് ഉറപ്പല്ലേ? ഉറപ്പാ, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യോ വിശാലെ? അങ്ങനെയുള്ള മാനസികാവസ്ഥയിലുള്ള ഒരാളാണോ ഞാൻ? പ്രേമിച്ചെ കാണുന്നില്ല, അതിന്റെ പിന്നിൽ ശരത്താണെന്ന് വക്കീൽ വിശ്വസിച്ചു. ആ ദേഷ്യം തീർക്കാൻ ശരത്തിന്റെ അമ്മയെ കൊല്ലാൻ നോക്കി. പകരത്തിന് പകരം. അങ്ങനെയായിരിക്കും പോലീസ് കേസ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവണ്ടേ? ഞാൻ ചില പോലീസുകാരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ഫോണില്. അവര് പറയുന്നത് ആ കാർ ആവില്ലെന്നാ. കാർ അങ്ങനെ ആ സമയത്ത് അവിടെ വന്നു. അതാ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തെ. എനിക്ക് മനസ്സിലാവാത്തതും അത് തന്നെയാ. രക്തത്തിന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ സാമ്പിളും പ്രഭാവതിയുടെ രക്തത്തിന്റെ സാമ്പിളും തമ്മിൽ മാച്ച് ആവുകയാണെങ്കിൽ കേസ് കുറച്ചുകൂടി കടുക്കും. സിദ്ധു വിഷമിക്കണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും സിദ്ധുവിനെ പുറത്തിറക്കും. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണം. അത് കിട്ടിയാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. അത് വക്കീലിന്റെ കയ്യിലായിരിക്കുന്നേ. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. പ്രതീക്ഷ കളയണ്ട. എന്നാ ശരി സിദ്ധു, പോ. മോനെ, മുത്തശ്ശി വന്നു. വീട്ടിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലടാ മോനെ. എന്തായിട മോനെ പ്രഭാവതിയുടെ അവസ്ഥ? അറിയില്ല, തങ്കച്ചി അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. പ്രഭാവതിക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ എല്ലാ ഈശ്വരന്മാരോടും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി തൊഴുകയും ചെയ്തു. ഏറിയാൽ 1 മണിക്കൂർ, അതിൽ കൂടുതൽ നീളില്ലെന്ന അവര് പറയുന്ന. വെന്റിലേറ്റർ മാറ്റും, പിന്നെ ചിലപ്പോ തിരിച്ചു വെക്കില്ല. അമ്മ, മുത്തശ്ശി, മുത്തശ്ശി, അമ്മ കരയല്ലേ, മുത്തശ്ശി, കരയല്ലേ മോനെ. മുത്തശ്ശി, അമ്മ. ശരത്തെ, 1 മിനിറ്റ്. എന്തിനാ വെറുതെ എവിടെ കിടന്ന് മോങ്ങുന്നേ? നിനക്കൊരു ദുഃഖമില്ലെന്ന് എനിക്കറിയാം. ഇനി അഭിനയമാണെങ്കിൽ അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലല്ലോ. കാണാനിപ്പോ ആരാ ഉള്ളത്? ദേവികയില്ല, സിദ്ധു ഇല്ല, പിന്നെ ആരെ കാണിക്കാനേ ഈ നാടകം? ശരിയാണല്ലോ, എന്തിനാ വെറുതെ കരയുന്നേ? അല്ല, പെട്ടെന്ന് നിർത്തണ്ട. നിർത്തി അവർക്ക് സംശയം തോന്നും. എന്താ മോനെ മാറി നിന്ന് സംസാരിച്ചേ? വേറെ ഒന്നുമല്ല മുത്തശ്ശി, മെഡിക്കൽ കോളേജ് ആരെങ്കിലും വിളിക്കണമല്ലോ. ബോഡി ഡൊണേറ്റ് ചെയ്യാനാണല്ലോ തീരുമാനം. അതൊക്കെ ഇവിടുത്തെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചോളൂ. അതെ, മൃതശരീരം ദാനം ചെയ്യണ്ടായിരുന്നു മോനെ. പ്രഭാവതി അമ്മയുടെ ആഗ്രഹം അതായിരുന്നു മുത്തശ്ശി. ആണോ മോനെ? അതെനിക്കറിയില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ എന്താണോ ഒരാളുടെ ആഗ്രഹം അത് നമ്മൾ നടത്തി കൊടുക്കണം. അത് മക്കളുടെയും ബന്ധുക്കളുടെയും കടമയാ. അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് വെച്ച് അത് നടത്തി കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിന് നന്ദി പറയേണ്ടതും അനുമോദിക്കേണ്ടതും ശരത്തിനെയാണ്. അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച മകൻ. അതിവനല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല.